ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ചാർമിനാറും ബിരിയാണിയുമാണ്. എന്നാൽ ഈ നഗരത്തിൻ്റെ ഹൃദയമിട് പറയണമെങ്കിൽ ഇവിടുത്തെ ഇറാനി ചായ കുടിക്കണം. ആ ഇറാനി ചായയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരാണ് കഫേ നിലോഫർ. 1978 റെഡ് ഹിൽസിലെ നിലോഫർ ഹോസ്പിറ്റലിന് സമീപമാണ് ഈ കഫേ ആരംഭിക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ പേരിൽ നിന്നാണ് കഫേക്ക് ഈ പേര് ലഭിച്ചത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വിജയഗാഥയ്ക്ക് പിന്നിൽ ശ്രീ എ ബാബുറാവു എന്ന മനുഷ്യൻ്റെ കഠിനാധ്വാനമുണ്ട്. 1970-കളിൽ വെറും ഒരു ക്ലീനറായും വെയിറ്ററായും അവിടെ ജോലിക്ക് കയറിയ ആളായിരുന്നു അദ്ദേഹം. സ്വന്തം കഠിനാധ്വാനത്തിൻ്റെയും ചായ ഉണ്ടാക്കാനുള്ള അസാധ്യ കഴിവും കൊണ്ട് അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ മാനേജറാകുകയും പിന്നീട് 1993 അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുകയും ചെയ്തു. അന്നു മുതൽ ഗുണനിലവാരത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അദ്ദേഹം നിലോഫറിനെ ഒരു സാമ്രാജ്യമാക്കി വളർത്തി. കാലം മാറി ഹൈദരാബാദ് ഒരു വലിയ IT നഗരമായി വികസിച്ചപ്പോൾ കഫേ നിലോഫറും ആധുനികതയിലേക്ക് ചുവടുവെച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹൈടെക് സിറ്റിയിലെ ഓർബിറ്റ് ബിൽഡിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ 9ാമത്തെ ഔട്ട്ലെറ്റ്. ഏകദേശം ഒരു 40,000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടീ കഫേയാണ്. ഒരു സമയം തന്നെ അവിടെ 700-ലധികം ആളുകൾക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റും. IT ജീവനക്കാരുടെയും യുവാക്കളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒത്തുചേർന്ന ഒരു സ്ഥലം തന്നെയാണിത്. നിലോഫറിലെ കട്ടിയുള്ള ഇറാനി ചായയും വെണ്ണ പുരട്ടിയ സോഫ്റ്റ് ഫൺ മസ്കയും ഉപ്പും മധുരവും കലർന്ന ഉസ്മാനിയ ബിസ്ക്കറ്റും കഴിക്കാൻ ദിവസവും 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുകൂടുന്നത്. റോഡരികിൽ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കോടികളുടെ ബിസിനസ് സാമ്രാജ്യമായി വളർന്നിട്ടും നിലോഫറിൻ്റെ അതിൻ്റെ തനത് രുചി ഇതുവരെ കൈവിട്ടിട്ടില്ല. ഒരു സാധാരണക്കാരൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയും ഹൈദരാബാദിൻ്റെ പാരമ്പര്യവും ഒന്നു ചേരുന്ന ഒരിടമാണ് കഫേ നിലോഫർ. ഹൈദരാബാദിൽ വരുന്ന ആരും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്.